ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേരാകുന്നു പേയ്മെന്റ് ബാങ്ക്. എന്താണ് പേയ്മെന്റ് ബാങ്ക്? കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും കുടിയേറ്റ തൊഴിലാളികളെയും സഹായിക്കാനായി രൂപം കൊണ്ട ബാങ്കുകളെയാണ് പേയ്മെന്റ് ബാങ്കുകൾ എന്ന് പറയുന്നത്. കുറഞ്ഞ വരുമാനക്കാരെന്ന് പറയുമ്പോൾ ലോ ഇൻകം ഗ്രൂപ്പ് ഉണ്ടാകും. ചെറുകിട വ്യവസായികൾ എന്ന് പറയുമ്പോൾ സ്മോൾ ഇൻഡസ്ട്രിയൽ ബിസിനസ് നടത്തുന്ന ആളുകൾ ഉണ്ടാകും. അതുപോലെ കുടിയേറ്റ തൊഴിലാളികൾ, മൈഗ്രന്റ് വർക്കേഴ്സ് ഉണ്ടാകും. ഇവരെയൊക്കെ സഹായിക്കാനായിട്ട് രൂപം കൊണ്ട ബാങ്കുകളെയാണ് പേയ്മെന്റ് ബാങ്കുകൾ എന്ന് പറയുന്നത്. ഈ ബാങ്കുകൾ സാധാരണ ബാങ്കുകളെ പോലെ, സാധാരണ കൊമേഴ്സ്യൽ ബാങ്കുകൾ നൽകുന്ന സേവനങ്ങൾ പേയ്മെന്റ് ബാങ്ക് നൽകുന്നില്ല. ഓക്കെ, സാധാരണ കൊമേഴ്സ്യൽ ബാങ്ക് നൽകുന്ന സേവനങ്ങൾ പേയ്മെന്റ് ബാങ്കുകൾ നൽകുന്നില്ല. കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് പേയ്മെന്റ് ബാങ്കിന്. പേയ്മെന്റ് ബാങ്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. മാക്സിമം 2 ലക്ഷം രൂപ വരെയാണ് ഡെപ്പോസിറ്റ് ആയിട്ട് പേയ്മെന്റ് ബാങ്ക് സ്വീകരിക്കുള്ളൂ. മറ്റ് ബാങ്കുകളിലൊക്കെ എങ്ങനെയാണ്? സാധാരണ കൊമേഴ്സ്യൽ വാണിജ്യ ബാങ്കുകളിലൊക്കെ എങ്ങനെയാണ്? എത്ര എമൗണ്ട് വേണമെങ്കിലും നിക്ഷേപമായിട്ട് സ്വീകരിക്കാം. എന്നാൽ പേയ്മെന്റ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ആയിട്ട് മാക്സിമം 2 ലക്ഷം രൂപ വരെയാണ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് RBI നിശ്ചയിച്ച പ്രകാരമുള്ള ഇൻട്രസ്റ്റ് നിക്ഷേപകർക്ക് കൊടുക്കുന്നുമുണ്ട്. ഓക്കെ, നിക്ഷേപകർക്ക് ഭാരതീയ റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള പലിശയാണ് നൽകുന്നത്. ഓക്കെ, എന്നാൽ മറ്റ് ബാങ്കുകൾക്ക് തന്നെ ആ ബാങ്കുകൾക്ക് സ്വതന്ത്രമായ രീതിയിൽ ഇത്ര പെർസെൻറ്റേജ് കൊടുക്കാം, ഇൻട്രസ്റ്റ് കൊടുക്കാം എന്നൊക്കെ ഉണ്ട്. എന്നാൽ പേയ്മെന്റ് ബാങ്ക് RBI എത്രയാണോ ആ എമൗണ്ടിന് ഇൻട്രസ്റ്റ് നിശ്ചയിച്ചിട്ടുള്ളത് അതനുസരിച്ചുള്ള ക്യാഷാണ് ഇൻട്രസ്റ്റ് ആയിട്ട് പേയ്മെന്റ് ബാങ്ക് കൊടുക്കുന്നത്. ആ ഒരു സ്വാതന്ത്ര്യം മറ്റ് ബാങ്കുകളുടെ സ്വാതന്ത്ര്യം ഇൻട്രസ്റ്റ് നിശ്ചയിക്കുന്നതിൽ പേയ്മെന്റ് ബാങ്കിനില്ല. അതുപോലെ പേയ്മെന്റ് ബാങ്കുകൾക്ക് ക്രെഡിറ്റ് കാർഡ് ഇല്ല, അതുപോലെ ക്രെഡിറ്റ് നൽകുന്നില്ല. അതായത് കടം നൽകുന്നില്ല. കടം നൽകാനുള്ള കാർഡ്, അതായത് ക്രെഡിറ്റ് കാർഡില്ല, അതുപോലെ ക്രെഡിറ്റിന് ക്യാഷും കൊടുക്കുന്നില്ല, വായ്പ നൽകുന്നില്ല പേയ്മെന്റ് ബാങ്ക്. ഡെബിറ്റ് കാർഡ് കിട്ടും. ഡെബിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കാർഡാണ് ഡെബിറ്റ് കാർഡ്, വിഡ്രോയിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന കാർഡ്. ആ കാർഡ് കിട്ടും, പക്ഷെ ക്രെഡിറ്റ് കാർഡ് കിട്ടില്ല, വായ്പയും നൽകില്ല. അതാണ് പേയ്മെന്റ് ബാങ്കിന്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. ദെൻ നമ്മൾ ഈ ബാങ്ക് ഇടപാടുകൾ നടത്തുമല്ലോ പേയ്മെന്റ് ബാങ്കായിട്ട്, നമ്മൾ ബാങ്ക് ഇടപാടുകൾ നടത്തുമ്പോൾ അതിന്റെ ആ ഒരു സർവീസിനുള്ള ഫീസ് ഇവർ ഈടാക്കുന്നുണ്ട്. അപ്പൊ നിശ്ചിത ഫീസ് കമ്മീഷനായിട്ട് പേയ്മെന്റ് ബാങ്ക് ഈടാക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പേയ്മെന്റ് ബാങ്കിനുള്ളത്. പേയ്മെന്റ് ബാങ്ക് രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേരാകുന്നു നച്ചികേത് മോർ കമ്മിറ്റി. നച്ചികേത് മോർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലൂടെയാണ് പേയ്മെന്റ് ബാങ്ക് ഇന്ത്യയിൽ നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെന്റ് ബാങ്ക് ആകുന്നു എയർടെൽ പേയ്മെന്റ് ബാങ്ക്. അത് മാത്രമല്ല, ഇന്ത്യയില് മറ്റ് ഫേമസ് ആയിട്ടുള്ള പേയ്മെന്റ് ബാങ്കുകൾ ഉണ്ട്. അതിന്റെ പേരൊക്കെ ഒന്ന് വായിക്കാം. എയർടെൽ പേയ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെന്റ് ബാങ്ക് ആണ്. അതുപോലെ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്, പേടിഎം, ജിയോ പേയ്മെന്റ് ബാങ്ക്, ഫിനോ പേയ്മെന്റ് ബാങ്ക്, ഇതൊക്കെ ഇന്ത്യയിലുള്ള പേയ്മെന്റ് ബാങ്കിന് എക്സാമ്പിൾസ് ആകുന്നു. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മുദ്ര ബാങ്കിനെ കുറിച്ചാണ്. മുദ്ര ബാങ്ക് നിലവിൽ വന്നത് 2015 ഏപ്രിൽ 8-നാകുന്നു. മുദ്ര ബാങ്കിന്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ സ്മോൾ ആൻഡ് മൈക്രോ എന്റർപ്രൈസസിനെ, അതുപോലെ സ്മോൾ ബിസിനസ് സ്റ്റാർട്ടപ്പിന് സഹായിക്കുക, വായ്പ നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി നിലവിൽ വന്ന ബാങ്ക് ആകുന്നു മുദ്ര ബാങ്ക്. ഈ ബാങ്ക് നിലവിൽ വരാൻ കാരണമായത് പ്രധാനമന്ത്രി മുദ്ര യോജനയുടെ ഭാഗമായിട്ടാണ് മുദ്ര ബാങ്ക് നിലവിൽ വന്നത്. 2015 ഏപ്രിൽ 8-നാണ് ഈ ബാങ്ക് വന്നത്. മുദ്രയുടെ ഫുൾ ഫോം മൈക്രോ യൂണിറ്റ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ബാങ്ക് എന്നാണ്. ഇതിന്റെ ആസ്ഥാനം മുംബൈയിലാകുന്നു. ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ ചെറുകിട സംരംഭകർക്ക്, ചെറുകിട ബിസിനസ് വ്യവസായികൾക്ക് വായ്പ നൽകുക എന്നുള്ളതാകുന്നു മുദ്ര ബാങ്കിന്റെ മെയിൻ പർപ്പസ്. മുദ്ര ബാങ്ക് കൊടുക്കുന്ന ലോണ് 3 ടൈപ്പ് ഉണ്ട്. ശിശു, കിഷോർ, തരുൺ എന്നീ 3 ടൈപ്പ് ലോണാണ് മുദ്ര ബാങ്ക് കൊടുക്കുന്നത്. മുദ്രയുടെ ശിശു ലോൺ പ്രകാരം 50,000 രൂപയാണ് ലോൺ കിട്ടുന്നത്. കിഷോർ വെച്ചിട്ട് 5 ലക്ഷം രൂപയും തരുൺ വെച്ച് 10 ലക്ഷം രൂപയുമാണ് നമുക്ക് ലോൺ കിട്ടുന്നത്. അപ്പോ ഈ 2 ടൈപ്പ് ബാങ്കിനെ കുറിച്ചും അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സും ഡിഫറൻസസും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ബാങ്ക് ഇതര സ്ഥാപനങ്ങളുണ്ട്, അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, അതുപോലെ ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ, ഇതെല്ലാം നോൺ ബാങ്കിങ് സ്ഥാപനങ്ങൾക്ക് എക്സാമ്പിൾസ് ആകുന്നു. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് പറയാം. അപ്പൊ ആദ്യം നമുക്ക് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ എന്നുള്ളതിലേക്ക് പോകാം. അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്ന ഒന്നാകുന്നു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. അത് എക്സാമ്പിൾ ആകുന്നു KSFE, ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ആകുന്നു. KSFE, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ്, അതൊരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ആകുന്നു. നമുക്ക് ഇതിനെ കുറിച്ചൊന്ന് നോക്കാം. ഭാരതീയ റിസർവ് ബാങ്കിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാകുന്നു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. ഭാരതീയ റിസർവ് ബാങ്കിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാകുന്നു. 1956 കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇവ ബാങ്കുകളുടെ അടിസ്ഥാന ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അപ്പൊ ബാങ്കുകളുടെ ബേസിക് ഫങ്ഷൻസ് ഒക്കെ ഇതിനുണ്ട്. 1956 കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാങ്കുകളാകുന്നു ഇവ.
ഈ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിന്റെ സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർ ചിട്ടി നടത്തുന്നുണ്ടാകും, അതുപോലെ സ്വർണ്ണ പണയത്തിന്റെ മേൽ വായ്പ കൊടുക്കും, അതുപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉള്ളവർക്ക് ആ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ എമൗണ്ടിന്റെ അടിസ്ഥാനത്തിൽ വായ്പ നൽകും, വീട് നിർമ്മാണത്തിന് വായ്പ നൽകും, ഹയർ പർച്ചേസിന് വായ്പ നൽകും. ഇതൊക്കെയാണ് ഇവരുടെ പ്രധാന സർവീസ് എന്ന് പറയുന്നത്. KSFE ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഓക്കെ, ദെൻ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളുണ്ട്. മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു നമുക്ക് ഷെയർ കൊടുക്കാൻ പറ്റും. വലിയ വലിയ കമ്പനികൾക്ക് നമുക്ക് ഷെയർ കൊടുത്ത്, ഇവിടെ ഇൻട്രസ്റ്റ് അല്ല കിട്ടുന്നത്. നമ്മൾ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആ കമ്പനി ഷെയറിന്റെ പ്രോഫിറ്റ് അനുസരിച്ചുള്ള ക്യാഷ് നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ മറ്റ് ബാങ്കുകളിൽ നമ്മൾ ക്യാഷ് കൊടുക്കുമ്പോൾ അതിന് ഇത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് കിട്ടും എന്നുള്ള സിസ്റ്റം അല്ല മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്നത്. ഇവിടെ വലിയ വലിയ കമ്പനികൾ ഉണ്ടാകും. ആ കമ്പനികൾക്ക് നമ്മൾ ഇത്ര രൂപ ഷെയർ കൊടുക്കുമ്പോൾ ആ കമ്പനി പ്രോഫിറ്റിലേക്ക് പോവുകയാണെങ്കിൽ അതനുസരിച്ചുള്ള എമൗണ്ട് നമുക്ക് കിട്ടും. ആ രീതിയിലുള്ള സ്ഥാപനങ്ങളാണ് മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമുക്കത് വായിച്ചു നോക്കാം. മ്യൂച്വൽ ഫണ്ട് ഒരു നിക്ഷേപ മാർഗമാണ്. സാധാരണക്കാർക്ക് നേരിട്ട് ഓഹരി കമ്പോളത്തിൽ പ്രവർത്തിക്കാൻ പലപ്പോഴും കഴിയാറില്ല. ശരിയാണ്. അപ്പൊ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു നിക്ഷേപ മാർഗമാണ്. അപ്പൊ സാധാരണക്കാർക്ക് നേരിട്ട് ഓഹരി കമ്പോളത്തിൽ പ്രവർത്തിക്കാൻ പലപ്പോഴും കഴിയാറില്ല. ഈ പരിമിതി മറികടക്കാൻ മ്യൂച്വൽ ഫണ്ട് സംവിധാനത്തിലൂടെ കഴിയും. നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിച്ച് ഓഹരി കമ്പോളത്തിലും അതുപോലെ കടപ്പത്രങ്ങൾ, അടിസ്ഥാന വികസന മേഖല എന്നിവയിലൊക്കെ നിക്ഷേപിക്കുന്നു. ഇതിലൂടെ ലഭിക്കുന്ന ലാഭം അഥവാ നഷ്ടം നിക്ഷേപകർക്ക് വീതിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളവർക്ക് അത് വീതിച്ചു നൽകും. സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും ഇപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ പ്രൈവറ്റ് മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതുപോലെ പബ്ലിക് സെക്ടറിലും മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാകുന്നു യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മ്യൂച്വൽ ഫണ്ട്, അതുപോലെ SBI മ്യൂച്വൽ ഫണ്ട്, ഇതൊക്കെ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പബ്ലിക് സെക്ടറിൽ വരുന്ന മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പേരാണ് നമ്മളിപ്പോൾ വായിച്ചത്. UTI, അതുപോലെ LICMF, SBI മ്യൂച്വൽ ഫണ്ട്, ഇതൊക്കെ പബ്ലിക് സെക്ടറിൽ വരുന്ന മ്യൂച്വൽ ഫണ്ട് ആകും. ഇവിടെ ഷെയർ കൊടുക്കുക നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഷെയറിന്റെ പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്, ഇൻട്രസ്റ്റ് അല്ല മ്യൂച്വൽ ഫണ്ടിൽ വരുന്നത്. ദെൻ ഇൻഷുറൻസ് കമ്പനികൾ. ഇൻഷുറൻസ് കമ്പനികൾ എന്ന് പറയുമ്പോൾ വ്യക്തികളുടെ ജീവനും സ്വത്തിനും അതുപോലെ സാമ്പത്തിക സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങളാണ് ഇൻഷുറൻസ് കമ്പനികൾ. ഇവ സാമൂഹിക സുരക്ഷിതത്വവും വ്യക്തിഗത ക്ഷേമവും ഉറപ്പുവരുത്തുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി 1818 കൊൽക്കത്തയിലാണ് സ്ഥാപിച്ചത്. ഓക്കെ, അപ്പോ ഇൻഷുർ ചെയ്യുന്നവ നമുക്ക് ഇവിടെ പറയുന്നതേ ഉള്ളൂ. വ്യക്തികളുടെ ജീവനും സ്വത്തിനും സാമ്പത്തിക സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങളാണ് ഇൻഷുറൻസ് കമ്പനികൾ. ഇവ സാമൂഹിക സുരക്ഷിതത്വവും വ്യക്തിക്ഷേമവും ഉറപ്പുവരുത്തുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി കൊൽക്കത്തയിലാണ് സ്ഥാപിച്ചത്. വർഷം 1818 അപ്പൊ ഇൻഷുറൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാകുന്നു? വ്യക്തിയുടെ ജീവൻ, സ്വത്തുക്കൾ, വാഹനങ്ങൾ, സ്ഥാപനങ്ങളിലെ വസ്തുവകകൾ, കാർഷിക വിളകൾ, കയറ്റുമതി ഉൽപ്പന്നങ്ങൾ, താൽക്കാലിക സംരംഭങ്ങളായിട്ടുള്ള ഫോർ എക്സാമ്പിൾ സർക്കസ്, വിപണന മേള തുടങ്ങിയവ. നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ വരുന്നത് അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയ മൂലം വ്യക്തികൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാനായിട്ടാണ്. അപകടം, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയ മൂലം വ്യക്തികൾക്ക് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളതാണ് നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. അപ്പോൾ അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.